1 മക്കബയർ 5-ാം അധ്യായം 1 മുതൽ 68 വരെയുള്ള വാക്യങ്ങൾ. ബലിപീഠം പണിതെന്നും വിശുദ്ധ സ്ഥലം പുനഃപ്രതിഷ്ഠിച്ചെന്നും അറിഞ്ഞപ്പോൾ ചുറ്റുമുള്ള വിജാതിയർ അത്യധികം കുപിതരായി. തങ്ങളുടെ ഇടയിൽ വസിച്ചിരുന്ന യാക്കോബ് വംശജരെ നശിപ്പിക്കാൻ അവർ ഉറച്ചു. ജനത്തെ വധിക്കാനും നശിപ്പിക്കാനും തുടങ്ങി. ഇതുമേലുള്ള ഏസാവിൻ്റെ മക്കളെ യൂദാസ് അക്രബത്തേനയിൽ വെച്ച് ആക്രമിച്ചു. കാരണം അവൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തക്കം നോക്കി കഴിയുകയായിരുന്നു. അവൻ അവർക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചു. അവരെ അപമാനിതരാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. തൻ്റെ ജനത്തിന് കെണിയൊരുക്കുകയും പെരുവഴികളിൽ അവർക്കെതിരെ ഒളിപ്പോര് നടത്തുകയും ചെയ്തിരുന്ന ബയാൻ സന്തതികളുടെ ദുഷ്ടതയും യൂദാസ് ഓർമ്മിച്ചു. അവൻ അവരെ അവരുടെ ഗോപുരങ്ങളിൽ അടച്ചു. അവരെ നിശേഷം നശിപ്പിക്കണമെന്നുറച്ചുകൊണ്ട് അവൻ അവർക്കെതിരെ പാളയമടിച്ചു. ഗോപുരങ്ങളെയും അവയിലുണ്ടായിരുന്നവരെയും അഗ്നിക്കിരയാക്കി. പിന്നീട് അവൻ അമ്മോന്യർക്കെതിരെ തിരിഞ്ഞു. തിമോത്തിയോസിൻ്റെ നേതൃത്വത്തിൽ പ്രബലമായ ഒരു സൈന്യത്തെയും വളരെയധികം ആളുകളെയും അവിടെ അവന് നേരിടേണ്ടി വന്നു. ഒട്ടേറെ യുദ്ധങ്ങൾ ചെയ്ത് അവൻ അവരെ നിശേഷം പരാജയപ്പെടുത്തി. യാസേറും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കിയതിനു ശേഷം അവൻ യൂദയയിലേക്ക് മടങ്ങി. യൂദയായിലെയും ഗലീലയിലെയും യുദ്ധം. ഗിലെയാദിലെ വിജാതിയർ തങ്ങളുടെ നാട്ടിൽ വസിച്ചിരുന്ന ഇസ്രായേലർക്കെതിരെ സംഘടിച്ച് അവരെ നശിപ്പിക്കാൻ മാർഗമാരാഞ്ഞു. എന്നാൽ അവർ ദഥേമ കോട്ടയിൽ അഭയം തേടി. യൂദാസിനും സഹോദരന്മാർക്കും ഇപ്രകാരം ഒരു കത്തയച്ചു: ഞങ്ങളുടെ ചുറ്റുമുള്ള വിജാതിയർ ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന കോട്ട പിടിച്ചടക്കാനുള്ള ഗ്രാമത്തിലാണവർ. തിമോത്തിയോസാണ് അവരെ നേതാവ്. വന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളിൽ വളരെ പേർ ഇതിനകം മരിച്ചു കഴിഞ്ഞു. തോപ്പ് ദേശത്തുണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരർ എല്ലാവരും വധിക്കപ്പെട്ടു. ശത്രുക്കൾ അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി. സ്വത്തുക്കൾ കൈവശപ്പെടുത്തുകയും 1000-ഓളം പേരെ കൊല്ലുകയും ചെയ്തു. ഈ കത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിലെയാദിൽ നിന്ന് കീറിയ വസ്ത്രങ്ങളോടുകൂടിയ വേറെ ചില ദൂതന്മാർ വന്ന് സമാനമായൊരു സന്ദേശം അറിയിച്ചു. ഞങ്ങളെ സമൂലം നശിപ്പിക്കാൻ ഡോളമായിസ്, ടൈർ, സീദോൻ, ഗലീലി എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ ഒന്നിച്ച് അണിനിരക്കുന്നിരിക്കുന്നു. യൂദാസും ജനങ്ങളും ഈ വാർത്തകൾ കേട്ട ഉടനെ ദുരിതമനുഭവിക്കുകയും ശത്രുക്കളുടെ ആക്രമണത്തിനിരയാവുകയും ചെയ്യുന്ന സഹോദരന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി. യൂദാസ് സഹോദരനായ ശിമയോനോട് പറഞ്ഞു: വേണ്ടത്ര ആളുകളെയും കൂട്ടി ഗലീലയിൽ ചെന്ന് സഹോദരരെ രക്ഷിക്കുക. ഞാനും സഹോദരൻ ജോനാഥനും ഗിലെയാദിലേക്ക് പോകാം. സക്രിയയുടെ പുത്രൻ ജോസഫിനെയും നേതാക്കന്മാരിലൊരുവനായ അസറിയായെയും ബാക്കി സേനകളോടുകൂടിയ യൂദയ കാക്കാൻ ഏർപ്പെടുത്തി. അവൻ അവരോട് ആജ്ഞാപിച്ചു: ഈ ജനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കുവിൻ. എന്നാൽ ഞങ്ങൾ മടങ്ങി വരുന്നവരെ വിജാതിയരോട് യുദ്ധത്തിലേർപ്പെടരുത്. അനന്തരം ശിമയോനോടുകൂടി ഗിലെയാദിലേക്ക് പോകുവാൻ 3000 പേരും യൂദാസിനോടുകൂടെ ഗിലെയാദിലേക്ക് 8000 പേരും നിയോഗിക്കപ്പെട്ടു. ശിമയോൻ ഗലീലയിൽ ചെന്ന വിജാതിയർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ ചെയ്ത് അവരെ തോൽപ്പിച്ചു. ഡോളമായിസിന്റെ കവാടം വരെ അവൻ അവരെ പിന്തുടർന്നു. 3000-ഓളം പേരെ വധിച്ചു. അവരെ കൊള്ളയടിച്ചു. അതിനുശേഷം അവൻ ഗലീലയിലെയും അർബത്തായിലെയും യഹൂദരെ അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകളോടും കൂടി ആഹ്ലാദപൂർവ്വം യൂദയയിലേക്ക് കൊണ്ടുപോയി. യൂദാസ് മക്കബേയൂസും സഹോദരൻ ജോനാഥനും ജോർദാൻ കടന്ന മരുഭൂമിയിലൂടെ 3 ദിവസത്തെ യാത്ര പിന്നിട്ടു. അവിടെ നബത്തേയർ അവരെ സ്വാഗതം ചെയ്യുകയും ഗിലെയാദിലുള്ള സഹോദരർക്ക് സംഭവിച്ചവയെല്ലാം അറിയിക്കുകയും ചെയ്തു. അവരിൽ അനേകം പേരെ ബൊസ്ര, ബോസോർ, അലേമ, കാസ്ഫോ, മാക്കേദ്, കാർണയും എന്നീ നഗരങ്ങളിൽ ബന്ധസ്ഥരാക്കിയാണവർ. ഇവ സുശക്തമായ പട്ടണങ്ങളാണ്. കുറേ പേരെ ഗിലെയാദിലെ മറ്റ് നഗരങ്ങളിലും അടച്ചിട്ടിരിക്കുന്നു. നാളെ തന്നെ കോട്ടകൾ ആക്രമിക്കുന്നതിനും 1 ദിവസം കൊണ്ട് ആളുകളെ സമൂലം നശിപ്പിക്കുന്നതിനും ശത്രുക്കൾ ഒരുങ്ങുന്നു. യൂദാസും സൈന്യവും തിടുക്കത്തിൽ അവിടെ നിന്ന് തിരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ബ്രൊസ്രയിലെത്തി. അവർ നഗരം കീഴടക്കി. പുരുഷന്മാരെ എല്ലാവരെയും വാളിനിരയാക്കി. വസ്തുവകൾ കൊള്ളയടിച്ചതിന് ശേഷം
അവൻ നഗരം തീ വെച്ച് നശിപ്പിച്ചു. രാത്രിയായപ്പോൾ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ഗത്തേമ കോട്ട വരെ എത്തി. പ്രഭാതത്തിൽ അസംഖ്യം ആളുകൾ കോട്ട പിടിച്ചടക്കാനും അതിലെ യഹൂദരെ ആക്രമിക്കാനും ഗോവണികളെയും യന്ത്രമുട്ടികളുമായി മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്നും നഗരത്തിൻ്റെ വിലാപം വലിയ നിലവിളികളോടും കാഹളധ്വനികളോടും കൂടി നഗരത്തിലേക്ക് ഉയർന്നു എന്നും യൂദാസ് കണ്ടു. അവൻ തൻ്റെ അണികളോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരർക്ക് വേണ്ടി ഇന്ന് പൊരുതുവിൻ. സൈന്യത്തെ 3 ഗണമായി തിരിച്ചു. അവൻ ശത്രുനിരയുടെ പിന്നിലെത്തി. അവൻ്റെ സൈന്യഗണങ്ങൾ കാഹളം മുഴക്കുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. മക്കബയോസാണ് തങ്ങളെ നേരിടാൻ വരുന്നതെന്നറിഞ്ഞ് തിമോത്തിയോസിൻ്റെ സൈന്യം പിന്തിരിഞ്ഞോടി. യൂദാസ് അവർക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചു. ഏകദേശം 8000 പേർ അന്ന് വധിക്കപ്പെട്ടു. പിന്നെ അവൻ അലേമായിലേക്ക് തിരിഞ്ഞു. അതിനെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെയും വധിച്ചു. പട്ടണം കൊള്ളയടിച്ചതിന് ശേഷം അത് തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തു. തുടർന്നവൻ കാസ്ഫോ, മാഖേദ്, ബോസോർ എന്നിവയും ഗിലെയാദിലെ മറ്റ് നഗരങ്ങളും പിടിച്ചടക്കി. തിമോത്തിയോസ് മറ്റൊരു സൈന്യത്തെ ശേഖരിച്ച് നദിയുടെ മറുകരയിൽ റാഫോണിനെതിരെ പാളയമടിച്ചു. അവരുടെ നീക്കങ്ങൾ അറിയുന്നതിന് യൂദാസ് ചാരന്മാരെ അയച്ചു. അവർ മടങ്ങി വന്ന് പറഞ്ഞു, നമുക്ക് ചുറ്റുമുള്ള സകല വിജാതരെയും അവൻ്റെ പക്ഷത്തുണ്ട്. അത് വലിയൊരു സൈന്യമാണ്. സഹായത്തിന് അറബികളെ അവർ കൂലിക്കെടുത്തിട്ടുണ്ട്. നിന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി അവർ നദിക്കക്കരെ പാളയമടിച്ചിരിക്കുകയാണ്. ഇത് കേട്ട യൂദാസ് അവരെ നേരിടാൻ പുറപ്പെട്ടു. യൂദാസും സൈന്യവും നദിക്ക് സമീപമെത്തിയപ്പോൾ തിമോത്തിയോസ് തൻ്റെ സേനാധിപന്മാരോട് പറഞ്ഞു, അവൻ ആദ്യം നദി കടന്നു വരുന്നെങ്കിൽ നമുക്കവനെ ചെറുക്കുക സാധ്യമല്ല. അവൻ നമ്മെ തോൽപ്പിക്കുമെന്ന തീർച്ച തന്നെ. മറിച്ച് ഭയം തോന്നി അവൻ അക്കരെ തന്നെ പാളയമടിച്ചാൽ നമുക്ക് നദി കടന്നു ചെന്ന് അവനെ തോൽപ്പിക്കാം. നദിയുടെ കരയ്ക്ക് എത്തിയപ്പോൾ യൂദാസ് ജനങ്ങളിലെ നിയമജ്ഞന്മാരെ അവിടെ കാവൽ നിർത്തി. അവൻ അവരോട് കൽപ്പിച്ചു, ആരെയും പാളയമടിക്കാൻ അനുവദിക്കരുത്. എല്ലാവരെയും യുദ്ധത്തിലേർപ്പെടട്ടെ. അവൻ ശത്രുക്കൾക്കെതിരെ ആദ്യം നദി കടന്നു. സൈന്യം അവനെ അനുഗമിച്ചു. വിജാതർ പരിജാതരായി. ആയുധങ്ങൾ ഉപേക്ഷിച്ച് അവർ കാർണയിമിലെ ക്ഷേത്രത്തിൽ അഭയം തേടി. യൂദാസ് നഗരം പിടിച്ചടക്കി. ക്ഷേത്രത്തെ അതിലുള്ള എല്ലാവരെയും കൂടി അഗ്നിക്കിരയാക്കി. അങ്ങനെ കാർണയും കീഴടക്കപ്പെട്ടു. യൂദാസിനോട് എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല. യൂദാദേശത്ത് പോകാൻ വലുപ്പ ചെറുപ്പ ഭേദമെന്നിയെ ഗിലെയാദിലെ സകല ഇസ്രായേൽക്കാരെയും അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകളോടും കൂടി യൂദാസ് ഒരുമിച്ച് കൂട്ടി. വലിയൊരു സംഘമായിരുന്നു അത്. അവർ എഫ്രോണിലെത്തി. അത് മാർഗമധ്യയുള്ള വലുതും സുശക്തവുമായ ഒരു പട്ടണമായിരുന്നു. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് അതിനെ ചുറ്റിപ്പോക്കുക സാധ്യമായിരുന്നില്ല. അതിലൂടെ തന്നെ പോകേണ്ടിയിരുന്നു. നഗരവാസികൾ കവാടങ്ങളിൽ കല്ലുകൾ വച്ച് അവരെ പ്രതിരോധിച്ചു. അപ്പോൾ യൂദാസ് അവർക്ക് ഈ സൗഹൃദ സന്ദേശം കൊടുത്തുവിട്ടു, ഞങ്ങൾ നിങ്ങളുടെ ദേശത്തു കൂടെ ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു പോയിക്കൊള്ളട്ടെ. ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കാൽനടയായി ഞങ്ങൾ പോയിക്കൊള്ളാം. എന്നാൽ വാതിൽ തുറന്നു കൊടുക്കാൻ അവർ വിസമ്മതിച്ചു. അതാതിടങ്ങളിൽ നിലയുറപ്പിക്കാൻ യൂദാസ് സൈന്യത്തിന് ആജ്ഞ നൽകി. സൈന്യം നിലയുറപ്പിച്ചു. അന്ന് രാവും പകലും അവർ നഗരത്തിനെതിരെ യുദ്ധം ചെയ്ത് നഗരം അതിൻ്റെ പിടിയിലായി. പുരുഷന്മാരെയെല്ലാം അവർ വാൾനിരയാക്കി. നഗരം ഇടിച്ചു നിർത്തി കൊള്ളയടിച്ചു. മൃതദേഹങ്ങളുടെ മീതെ കൂടി അവൻ നഗരം കടന്നു. അനന്തരം അവർ ജോർദാൻ കടന്ന് ബേത്ത്ശാനിനെതിരെയുള്ള വിസ്തൃതമായ സമതലത്തിലെത്തി. യൂദാദേശത്ത് എത്തുന്നതുവരെ യാത്രയിലുടനീളം യൂദാസ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിറകിലായി പോകുന്നവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. ആർക്കും ജീവഹാനി സംഭവിക്കാതെ എല്ലാവരും സുരക്ഷിതരായി മടങ്ങിയെത്തി. അതിനാൽ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി അവർ സിയോൻ മലയിലേക്ക് പോയി ദഹനബലികൾ അർപ്പിച്ചു. യൂദാസും ജോനാഥനും ഗിലെയാദിലും അവരുടെ സഹോദരൻ ഷിമയോൻ ടോളമായിസിനെതിരെയുള്ള ഗലീലയുമായിരിക്കുമ്പോൾ അവരുടെ ധീര പരാക്രമികളെയും വീരോചിതമായ യുദ്ധത്തെയും
കുറച്ച് സേനാനായകന്മാരായ അസറിയായും സക്രിയയുടെ പുത്രൻ ജോസഫും കേട്ടു. അവർ പറഞ്ഞു, നമുക്ക് കീർത്തി നേടാം, നമുക്ക് ചുറ്റുമുള്ള വിജാതിയരോട് യുദ്ധം ചെയ്യാം. അവർ തങ്ങളുടെ സൈന്യനിരകൾക്ക് ആജ്ഞ കൊടുത്തു. അവർ യാബ്നിയായ്ക്കെതിരെ നീങ്ങി. ഗോർജിയാസും സൈന്യവും അവരെ നേരിടാൻ പട്ടണത്തിന് പുറത്തു വന്നു. അവർ ജോസഫിനെയും അസറിയായെയും തുരത്തി യൂദയുടെ അതിർത്തികൾ വരെ അവരെ ഓടിച്ചു. ഇസ്രായേൽക്കാരിൽ 2000-ഓളം പേർ അന്ന് മരിച്ചു വീണു. യൂദാസിനെയും സഹോദരന്മാരെയും അനുസരിക്കാതെ ധീരകൃത്യം ചെയ്യാൻ മോഹിച്ച സേനാനായകന്മാർ നിമിത്തം ജനത്തിന് ഈ കനത്ത പരാജയം സഹിക്കേണ്ടി വന്നു. എന്നാൽ ഇസ്രായേലിന് മോചനം നേടിക്കൊടുത്തവരുടെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നില്ല ഇവർ. യൂദാസും സഹോദരന്മാരും ഇസ്രായേലിലും വിജാതിയരുടെ ഇടയിലും അവരുടെ നാമം അറിയപ്പെട്ട എല്ലായിടത്തും സമാദരിക്കപ്പെട്ടു. ജനങ്ങൾ അവർക്ക് ചുറ്റും കൂടി അവരെ പുകഴ്ത്തി. പിന്നീട് യൂദാസും സഹോദരന്മാരും തെക്കോട്ട് സൈന്യത്തെ നയിച്ച് ഏസാവും വംശജരോട് യുദ്ധം ചെയ്തു. ഹെബ്രോണും അതിൻ്റെ ഗ്രാമങ്ങളും അവൻ കീഴ്പ്പെടുത്തി. കോട്ടകൾ തകർത്തു, ചുറ്റുമുള്ള ഗോപുരങ്ങൾ അഗ്നിക്കിരയാക്കി. അനന്തരം ഫിലിസ്ത്യ ദേശം ആക്രമിക്കാൻ അവൻ മരീസായിലൂടെ കടന്നുപോയി. അന്ന് തങ്ങളുടെ ധീരത പ്രദർശിപ്പിക്കാൻ ബുദ്ധിശൂന്യമായി യുദ്ധത്തിന് പുറപ്പെട്ട ഏതാനും പുരോഹിതന്മാർ മരിച്ചു വീണു. യൂദാസ് ഫിലിസ്ത്യ ദേശത്തെ ആസോത്തോസിലേക്ക് തിരിച്ചു. അവൻ അവരുടെ ബലിപീഠങ്ങൾ തകർത്തു. ദേവന്മാരുടെ കൊത്തു വിഗ്രഹങ്ങൾ തീയിലിട്ട് ചുട്ടു. നഗരങ്ങൾ കൊള്ളയടിച്ചതിന് ശേഷം അവൻ യൂദദേശത്തേക്ക് മടങ്ങി. 1 മക്കബായർ 6-ാം അധ്യായം 1 മുതൽ 63 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യോക്കസ് രാജാവ് ഉത്തരപ്രാവശ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പേർഷ്യയിലെ എലിമായിസ് സ്വർണത്തിനും വെള്ളിക്കും പ്രശസ്തിയും ആർജിച്ച ഒരു നഗരമാണെന്ന് കേട്ടു. ഫിലിപ്പിൻ്റെ പുത്രനും ഗ്രീക്കുകാരെ ആദ്യം ഭരിച്ച മക്കദോനിയ രാജാവുമായ അലക്സാണ്ടർ ഉപേക്ഷിച്ചിട്ട് പോയ സ്വർണ്ണ പരിചകൾ, കവചങ്ങൾ, ആയുധങ്ങൾ എന്നിവ സൂക്ഷിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നു. അതിനാൽ അന്തിയോക്കസ് വന്ന് നഗരം പിടിച്ചടക്കി കൊള്ള ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് സാധിച്ചില്ല. കാരണം അവൻ്റെ തന്ത്രം മനസ്സിലാക്കിയ നഗരവാസികൾ അവനോട് യുദ്ധം ചെയ്ത് ചെറുത്തുനിന്നു. യുദ്ധകളത്തിൽ നിന്ന് പലായനം ചെയ്ത് അന്തിയോക്കസ് ഭഗ്നാശനായി ബാബിലോണിലേക്ക് പിൻവാങ്ങി. യൂദാദേശം ആക്രമിക്കാൻ പോയ സൈന്യം പരാജയപ്പെട്ടുവെന്ന് പേർഷ്യയിൽ വെച്ച് ഒരു ദൂതൻ അന്ത്യോക്കസിനെ അറിയിച്ചു. ലിസിയാസ് ആദ്യം ശക്തമായൊരു സൈന്യവുമായി ചെന്നെങ്കിലും യഹൂദർ അവനെ തുരത്തി ഓടിച്ചു. തങ്ങൾ തോൽപ്പിച്ച സൈന്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ, വിഭവങ്ങൾ, കൊള്ളവസ്തുക്കൾ എന്നിവ കൊണ്ട് യഹൂദരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. ജെറുസലേമിലെ ബലിപീഠത്തിൽ അവൻ സ്ഥാപിച്ച മ്ലേച്ഛ വിഗ്രഹം അവർ തച്ചുടച്ചു. വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും മുൻപുണ്ടായിരുന്ന പോലെ ഉയരമുള്ള മതിലുകൾ പണിയുകയും അവൻ്റെ നഗരമായ ബത്സൂറിനെ കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ രാജാവ് അത്ഭുത സമ്പന്നനായി. തൻ്റെ പദ്ധതികളനുസരിച്ച് കാര്യങ്ങൾ നടക്കാഞ്ഞതുമൂലം ദുഃഖാർത്തനും രോഗിയുമായി തീർന്ന അവൻ കിടപ്പിലായി. ആഴമേറിയ ദുഃഖത്തിന് അതിനായി തീർന്ന അവൻ വളരെ നാൾ കിടക്കയിൽ തന്നെ കഴിഞ്ഞു. മരണം അടുത്തുവെന്ന് അവന് ഉറപ്പായി. അതിനാൽ സുഹൃത്തുക്കളെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു. ആകുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പോകുന്നു. പ്രതാപകാലത്ത് ദയാലുവും ജനസമ്മതനുമായിരുന്ന എനിക്ക് എത്ര വലിയ ദുരിതമാണ് വന്ന് ഭരിച്ചിരിക്കുന്നത്. എത്ര ആഴമുള്ള ഭയത്തിൽ ഞാൻ വീണുപോയിരിക്കുന്നു. ജെറുസലേമിൽ ഞാൻ ചെയ്ത അകൃത്യങ്ങൾ ഞാൻ ഓർക്കുന്നു. അവളുടെ കനക രജപ പാത്രങ്ങളെല്ലാം ഞാൻ കവർച്ച ചെയ്തു. ഒരു കാരണവും കൂടാതെ യൂദാ നിവാസികളെ നശിപ്പിക്കാൻ ഞാൻ സൈന്യത്തെ വിട്ടു. അതിനാലാണ് ഈ അനർത്ഥങ്ങൾ എനിക്ക് വന്നുകൂടിയതെന്ന് ഞാൻ അറിയുന്നു. ഇതാ അന്യദേശത്ത് കിടന്ന് ദുഃഖാധികത്താൽ ഞാൻ മരിക്കുന്നു. അനന്തരം അവൻ സ്നേഹിതന്മാരിലൊരുവനായ ഫിലിപ്പിനെ വിളിച്ച് അവനെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധിപനായി നിയമിച്ചു. തൻ്റെ പുത്രനായ അന്ത്യോക്കസിനെ കിരീടാവകാശിയായി വളർത്തിക്കൊണ്ടുവരണമെന്ന നിർദ്ദേശത്തോടുകൂടി അവൻ ഫിലിപ്പിന് തൻ്റെ കിരീടവും മേലങ്കിയും മുദ്രമോതിരവും നൽകി. അന്ത്യോക്കസ് രാജാവ് 411 വർഷം അവിടെ വെച്ച് മരണമടഞ്ഞു.
രാജാവ് മരിച്ചതറിഞ്ഞ ലിസിയാസ് രാജാവിൻ്റെ പുത്രനും താൻ ബാല്യം മുതലേ വളർത്തിക്കൊണ്ടുവന്നവനുമായ അന്ത്യോക്കസിനെ രാജഭരണം ഏൽപ്പിക്കുകയും അവന് യുപ്പത്തോർ എന്ന പേര് നൽകുകയും ചെയ്തു. ഇക്കാലത്ത് കോട്ടയിലുണ്ടായിരുന്നവർ വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും ഇസ്രായേലിനെ വളഞ്ഞ് അവരെ ദ്രോഹിക്കാനും വിജാതിരെ ശക്തിപ്പെടുത്താനും കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു. അവരെ നശിപ്പിക്കാൻ യൂദാസ് നിശ്ചയിച്ചു. അതിനായി അവൻ ജനത്തെ വിളിച്ചുകൂട്ടി. 150 വർഷം അവൻ ഒത്തൊരുമിച്ച് കോട്ട ആക്രമിച്ചു. ഉപരോധത്തിനായി യൂദാസ് ഗോപുരങ്ങളും യന്ത്രമുട്ടികളും സ്ഥാപിച്ചു. എന്നാൽ ശത്രുക്കളുടെ കാവൽ സേനയിൽ ചിലർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അധർമ്മികളായ കുറെ ഇസ്രായേലരും അവരോട് ചേർന്നു. അവർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീതി നടത്താനും ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനും അങ്ങ് എത്ര കാലം വൈകും? അങ്ങയുടെ പിതാവിനെ സേവിക്കാനും അവൻ്റെ കൽപ്പനകൾ പാലിക്കാനും ആജ്ഞകൾ അനുസരിക്കാനും ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾ ആളുകൾ തന്നെ കോട്ട ആക്രമിക്കുകയും ഞങ്ങളുടെ ശത്രുക്കളാവുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങളിൽ പിടികിട്ടിയവരെ അവർ വധിക്കുകയും ഞങ്ങളുടെ വസ്തുവകൾ കൈയടക്കുകയും ചെയ്യും. ഞങ്ങളെ മാത്രമല്ല, അയൽ രാജ്യങ്ങളെയും അവർ ആക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ ജെറുസലേം കോട്ട പിടിച്ചെടുക്കാൻ അതിനെതിരെ പാളയമടിച്ചിരിക്കുകയാണ്. വിശുദ്ധ മന്ദിരവും ബത്സൂറും അവർ കോട്ട കെട്ടി സുരക്ഷിതമാക്കി കഴിഞ്ഞു. അങ്ങ് അവരെ ഉടനെ തടയുന്നില്ലെങ്കിൽ അവർ ഇനിയും മുന്നേറും. പിന്നീട് അവരെ നിയന്ത്രണത്തിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വരും. ഇത് കേട്ട രാജാവ് ക്രൂധനായി. അവൻ സ്നേഹിതരെയും സൈന്യാധിപന്മാരെയും അധികാരികളെയും വിളിച്ചുകൂട്ടി. അന്യരാജ്യങ്ങളിലും ദ്വീപുകളിലും നിന്നുള്ള കൂലിപ്പട്ടാളവും അവനോട് ചേർന്നു. 1,00,000 ഭടന്മാരും 20,000 കുതിരപ്പടയാളികളും യുദ്ധ പരിചയമുള്ള 32 ആനകളും അടങ്ങിയതായിരുന്നു അവൻ്റെ സൈന്യം. അവർ ഇതുമേയിലൂടെ കടന്ന് ബത്സൂറിനെതിരെ പാളയമടിച്ചു. യന്ത്രമുട്ടിയും സ്ഥാപിച്ച് അനേകം ദിവസം യുദ്ധം ചെയ്തു. എന്നാൽ യഹൂദർ കോട്ടയ്ക്ക് പുറത്തു വന്ന് ഇവ തീ വച്ച് നശിപ്പിക്കുകയും പൗരുഷത്തോടെ പൊരുതുകയും ചെയ്തു. യൂദാസ് കോട്ടയിൽ നിന്ന് പിൻവാങ്ങി രാജാവിൻ്റെ പാളയത്തിനെതിരെ ബത്സഖ്രിയായിൽ പാളയമടിച്ചു. അതിരാവിലെ രാജാവ് സൈന്യത്തെ ബത്സഖ്രിയയിലേക്കുള്ള വഴിയിലൂടെ അതിവേഗം നയിച്ചു. അവൻ യുദ്ധത്തിന് തയ്യാറായി കാഹളം മുഴക്കി. മുന്തിരിച്ചാറും മൾബരനീരും നൽകി അവർ ആനകളുടെ യുദ്ധവീരമുണർത്തി. സേനാവ്യൂഹത്തിൽ പലയിടത്തായി അവയെ നിർത്തി. ഓരോ ആനയോടും കൂടെ ഇരുമ്പ് കവചവും പിത്തള തൊപ്പിയും ധരിച്ച 1000 ഭടന്മാരും സമർത്ഥരായ 500 കുതിരപ്പടയാളികളെയും നിർത്തി. അവർ ആനയുടെ അടുക്കൽ സജ്ജരായി നിന്നു. അത് പോകുന്നിടത്തേക്ക് അവരും പോയി. അവരതിനെ വിട്ടുമാറിയില്ല. ഓരോ ആനയുടെയും പുറത്ത് തടി കൊണ്ടുള്ള സുശക്തവും മറയ്ക്കപ്പെട്ടിരുന്നതുമായ അമ്പാരി ഉണ്ടായിരുന്നു. പ്രത്യേകമായ പടച്ചമയങ്ങൾ കൊണ്ടാണ് അവയെ ആനയോടെ ബന്ധിച്ചിരുന്നത്. ഓരോന്നിലും യുദ്ധം ചെയ്യുന്ന ആയുധധാരികളായ 4 പടയാളികളും ഇന്ത്യക്കാരനായ പാപ്പാനുമുണ്ടായിരുന്നു. കുതിരപ്പടയാളികളിൽ ശേഷിച്ചവർ ശത്രുക്കളെ ആക്രമിക്കാൻ സൈന്യത്തിൻ്റെ ഇരുപാർശ്വങ്ങളിലും നിലയുറപ്പിച്ചു. സേനാവ്യൂഹം അവർക്ക് സംരക്ഷണം നൽകി. സ്വർണവും പിത്തളയും കൊണ്ടുള്ള പരിചകളിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിച്ചപ്പോൾ കുന്നുകൾ തിളങ്ങുകയും കത്തുന്ന പന്തങ്ങൾ പോലെ കാണപ്പെടുകയും ചെയ്തു. രാജ്യസൈന്യത്തിൽ ഒരു വിഭാഗം ഉയർന്ന കുന്നുകളിലൂടെയും മറ്റേ വിഭാഗം സമതലത്തിലൂടെയും ക്രൂരമായി ധീരതയോടെ മുന്നേറി. ആ വലിയ പടനീക്കത്തിൻ്റെ ആരവവും ആയുധങ്ങളുടെ ഇരമ്പലുകളും കേട്ടവരെല്ലാം ഭയചകിതരായി. ആ വ്യൂഹം അത്രയ്ക്ക് വലുതും ശക്തവുമായിരുന്നു. യൂദാസും സൈന്യവും അവരെ ഏറ്റുമുട്ടി. രാജ്യസൈന്യത്തിലെ 600 പേർ കൊല്ലപ്പെട്ടു. അവരാൻ എന്ന് വിളിക്കപ്പെടുന്ന എലിയാസർ യുദ്ധമൃഗങ്ങളിലൊന്നിന്മേൽ രാജകീയമായ പടച്ചട്ട സജ്ജീകരിക്കുന്നതായി കണ്ടു. മറ്റുള്ളവയേക്കാൾ ഉയരമുണ്ടായിരുന്നു ആ മൃഗത്തിന്. രാജാവ് അതിൻ്റെ പുറത്തായിരിക്കണമെന്ന് അവൻ കരുതി. സ്വജനങ്ങളെ രക്ഷിക്കാൻ തനിക്ക് ശാശ്വത കീർത്തി നേടാനും വേണ്ടി അവൻ ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധനായി. ആ മൃഗത്തിൻ്റെ അടുക്കലെത്താൻ അവൻ വീറോടെ സൈന്യവ്യൂഹത്തിനിടയിലേക്ക് കുതിച്ചു. ഇടത്തും വലത്തുമുള്ളവരെ അവൻ അരിഞ്ഞു വീഴ്ത്തി. ശത്രുക്കൾ ഇരുവശങ്ങളിലേക്ക് ചിതറി. അവൻ ചെന്ന് ആനയുടെ കീഴെത്തി അതിനെ അടിയിൽ നിന്ന് കുത്തിക്കൊന്നു.
അത് അവൻ്റെ മേൽ വീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു. രാജസൈന്യത്തിൻ്റെ ശക്തിയും ഭീകരമായ ആക്രമണവും കണ്ട് യഹൂദർ പിന്തിരിഞ്ഞോടി. രാജാവിൻ്റെ പടയാളികൾ അവർക്കെതിരെ ജെറുസലേമിലേക്ക് നീങ്ങി. അവർ യൂദയായിലും സിയോൻ മലയിലും പാളയമടിച്ചു. രാജാവ് ബത്സൂർ നിവാസികളുമായി സമാധാന ഉടമ്പടി ചെയ്തു. അവർ നഗരം ഒഴിഞ്ഞുകൊടുത്തു. കാരണം ഉപരോധത്തെ ചെറുക്കാൻ വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല. ആ ദേശത്തിൻ്റെ സാബത്ത് വർഷമായിരുന്നു. അങ്ങനെ രാജാവ് ബത്സൂർ കൈവശപ്പെടുത്തി അവിടെ ഒരു കാവൽ സൈന്യത്തെ ഏർപ്പെടുത്തുകയും ചെയ്തു. അനന്തരം അവൻ വിശുദ്ധ മന്ദിരത്തിന് മുമ്പിൽ പാളയമടിച്ചു. വളരെ നാൾ അവിടെ കഴിഞ്ഞു. അവൻ ഉപരോധ ഗോപുരങ്ങളും അഗ്നിയും കല്ലും വർഷിക്കാനുള്ള കുന്ന യന്ത്രങ്ങളും അമ്പ് ചെയ്യാനുള്ള ഉപകരണങ്ങളും തെറ്റാലികളും സജ്ജമാക്കി. അവരുടെ അതിനോട് കിടപിടക്കുന്ന യുദ്ധയന്ത്രങ്ങൾ നിർമ്മിച്ച് യഹൂദർ അവരെ ഏറെ കാലത്തേക്ക് ചെറുത്തു നിന്നു. എന്നാൽ അത് 7-ാം വത്സരമായിരുന്നതിനാൽ കലവറകളിൽ ഭക്ഷണ സാധനങ്ങളില്ലായിരുന്നു. വിജാതിയരിൽ നിന്ന് രക്ഷപ്പെട്ട് യൂദയായിൽ അഭയം പ്രാപിച്ചവർ കലവറകളിൽ ശേഷിച്ചവയെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. വിശുദ്ധ മന്ദിരത്തിൽ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ക്ഷാമം രൂക്ഷമായിരുന്നതിനാൽ മറ്റുള്ളവർ ചിതറി താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി. തൻ്റെ മകൻ അന്ത്യോക്യസിനെ കിരീടാവകാശിയായി വളർത്തുന്നതിന് അന്ത്യോക്യസ് രാജാവ് മരണത്തിനു മുമ്പ് നിയോഗിച്ചിരുന്ന ഫിലിപ്പ് രാജാവിനോടുകൂടി പോയിരുന്ന പടയാളികളുമായി പേർഷ്യ, മേദിയ എന്നിവിടങ്ങളിൽ നിന്ന് മടങ്ങി വന്നുവെന്നും ഭരണം കൈയടക്കാൻ ശ്രമിക്കുന്നുവെന്നും ലിസിയാസ് കേട്ടു. അതിനാൽ പെട്ടെന്ന് സ്ഥലം വിടാൻ അവൻ കൽപ്പന നൽകി. രാജാവിനോടും സൈന്യാധിപന്മാരോടും ജനങ്ങളോടും അവൻ പറഞ്ഞു, നമ്മൾ ദിവസം ചെല്ലുംതോറും കൂടുതൽ ക്ഷീണിച്ചു വരുന്നു. ഭക്ഷണ സാധനങ്ങളില്ലെന്ന് തന്നെ പറയാം. നാം ഉപരോധിക്കുന്ന സ്ഥലം സുശക്തമാണ്. രാജ്യകാര്യങ്ങളിൽ നമ്മുടെ അടിയന്തര ശ്രദ്ധ ആവശ്യമായി വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് ഈ ജനത്തോടും രാജ്യത്തോടും ഉടമ്പടി ചെയ്ത് സമാധാനം സ്ഥാപിക്കാം. അവർ മുൻപത്തെ പോലെ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കട്ടെ. നമ്മൾ അവരുടെ നിയമങ്ങൾ നീക്കിക്കളഞ്ഞതിൻ്റെ പേരിലാണല്ലോ അവർ കുപിതരായി ഈ വിധം പ്രവർത്തിച്ചത്. ഈ അഭിപ്രായം രാജാവിനും സൈന്യാധിപന്മാർക്കും സ്വീകാര്യമായി. രാജാവ് യഹൂദരുമായി സമാധാന ഉടമ്പടി സന്ദേശം അയച്ചു. അവർ അതിന് സമ്മതിച്ചു. രാജാവും സൈന്യാധിപന്മാരും ശപഥപൂർവ്വം ഉറപ്പുകെടുത്ത വ്യവസ്ഥകളിന്മേൽ യഹൂദർ ആ കോട്ട വിട്ടുപോയി. എന്നാൽ സിയോൻ മലയിലെത്തിയ രാജാവ് ആ സ്ഥലം എത്ര ബലവത്തായ കോട്ടയാണ് കണ്ടപ്പോൾ താൻ ചെയ്ത ശപഥം ലംഘിച്ച് അതിനു ചുറ്റുമുള്ള മതിലുകൾ തകർക്കാൻ ആജ്ഞ നൽകി. അനന്തരം അതിവേഗം അന്ത്യോക്യയിലേക്ക് തിരിച്ചു. നഗരം ഫിലിപ്പ് കൈയടക്കിയിരിക്കുന്നതായി അവൻ കണ്ടു. ഉടനെ ഫിലിപ്പിനെതിരെ യുദ്ധം ചെയ്ത് അവൻ നഗരം വീണ്ടെടുത്തു.